ഹായ് ഫ്രണ്ട്സ്, ബുദ്ധിരാക്ഷസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ചായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അത് മറ്റാരും തന്നെയല്ല, സ്റ്റീവ് ജോബ്സ് ആണ്. അപ്പോൾ സ്റ്റീവ് ജോബ്സിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ സഹസ്ഥാപകൻ, അതുപോലെ തന്നെ ആപ്പിളിൻ്റെ CEO, ഒരു ബില്യനെയർ എന്നൊക്കെയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, സ്റ്റീവ് ജോബ്സിൻ്റെ സമയത്താണ് ആപ്പിളിൻ്റെ ഏറ്റവും മൂവിങ് ഉള്ള പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഐഫോൺ, ഐപാഡ്, ആപ്പിൾ 2, അതുപോലെ തന്നെ ഐട്യൂൺസ് ഇതുപോലുള്ള പ്രൊഡക്ട്സ് ഒക്കെ റിലീസ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആപ്പിളിലെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു ബില്യനറായി മാറിയത്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ബില്യനറായി മാറിയത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആപ്പിളിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കിയതിന് ശേഷം തുടങ്ങിയ മറ്റൊരു കമ്പനിയായ പിക്സാറാണ്. 1976 അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തായ സ്റ്റീവ് വോസ്നിയാക്കും കൂടിയിട്ട് ഈ ആപ്പിൾ കമ്പ്യൂട്ടർ സ്ഥാപിച്ചതിന് 9 വർഷങ്ങൾക്ക് ശേഷം 1985 അദ്ദേഹം തന്നെ ആരംഭിച്ച കമ്പനിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്ന ഒരു കാഴ്ചയാണ് ലോകം കണ്ടത്. ഈ 1985 അദ്ദേഹത്തെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം അദ്ദേഹം നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം തുടങ്ങി. അതിനുശേഷം 1997 നെക്സ്റ്റ് വീണ്ടും അതിൻ്റെ മൊത്തം സ്റ്റോക്കും ആപ്പിൾ ഏറ്റെടുക്കുകയും സ്റ്റീവ് ജോബ്സ് വീണ്ടും ആപ്പിളിൽ ജോയിൻ ചെയ്യുകയും CEO ആയിട്ടിരിക്കുകയും അദ്ദേഹം മരിക്കുന്നവരെ 2011 വരെ അദ്ദേഹം ആപ്പിളിൻ്റെ CEO ആയിട്ട് തുടരുകയും ചെയ്തു എന്നാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്നാൽ ഇദ്ദേഹം ആപ്പിളിൽ നിന്ന് 1985 പുറത്താക്കി നെക്സ്റ്റ് തുടങ്ങിയതിന് ശേഷം 1997 അദ്ദേഹം ആപ്പിളിൽ ജോയിൻ ചെയ്യുന്നതിന് ഇടയിലുള്ള ഈ 12 വർഷം അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അധികം ആർക്കും അറിയാനായിട്ട് ഒരു ചാൻസ് ഇല്ല. ആപ്പിളിൽ നിന്ന് പുറത്താക്കിയ ആ വർഷം 1985 ആപ്പിളിൻ്റെ മാക്കിൻടോഷ് എന്ന പ്രൊഡക്റ്റ് ആദ്യമായിട്ട് വിപണിയിൽ ഇറക്കുന്നത്. ഇതേ കാലയളവിൽ ആപ്പിളിൻ്റെ ഒരു കൺട്രോൾ എന്ന് പറഞ്ഞാൽ 2 പേരുടെ കയ്യിലായിരുന്നു. അതിൽ ഒരാൾ സ്റ്റീവ് ജോബ്സും മറ്റേ ആൾ എന്ന് പറയാൻ മറ്റൊരു ആപ്പിളിൻ്റെ CEO ആയ ജോൺ സ്ക്വയ് എന്നീ വ്യക്തികളുടെ കയ്യിലായിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ തമ്മിലൊരു ചർച്ചയിലാവുകയും എന്നാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മൊത്തം ഈ സ്റ്റീവ് ജോബ്സിനെ എതിരെത്തിരിക്കുകയും അദ്ദേഹത്തെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഷെയർ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഷെയറുകളും ആപ്പിളിൽ നിന്നും വിൽക്കും. ഈ ഒരു ഷെയർ മാത്രം അദ്ദേഹം കീപ്പ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ ഒരു ഷെയർ കയ്യിലുണ്ടെങ്കിൽ ഈ ആപ്പിളിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിങ്ങിന് പോകാം, ആപ്പിളിൻ്റെ ആനുവൽ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു ഷെയർ മാത്രം വിൽക്കാതിരുന്നത്. ഈ മൊത്തം ഷെയറുകൾ വിറ്റിരുന്ന അദ്ദേഹത്തിന് അന്ന് 1985 കിട്ടിയത് എന്ന് പറയുന്നത് $140 മില്യൺ. ഈ പൈസ കൊണ്ട് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ 6 മാസത്തിനുള്ളിൽ 2 പുതിയ കമ്പനികൾ തുടങ്ങുകയാണ് ചെയ്തത്. അതിൽ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനമാണ് പിന്നീട് മോഡേൺ ഇൻ്റർനെറ്റും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനൊക്കെ പുതിയൊരു മാനം നൽകിയ ഒരു കമ്പനി എന്ന് പറയുന്നത്. മറ്റൊരു കമ്പനി എന്ന് പറയുന്ന കമ്പനിയാണ് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഒരു ബില്യണറാക്കി മാറ്റിയത്. ആ കമ്പനിയുടെ പേരാണ് പിക്സാർ. സ്റ്റീവ് ജോബ്സ് പിക്സാറിലെത്തിന് വലിയൊരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് വെച്ചാൽ 1976 ലൂക്കാസ് എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ പുതിയ മൂവിയായ സ്റ്റാർ വാർസിൻ്റെ ദി എംപയർ സ്ട്രൈക്ക് ബാക്ക് എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രാഫിക്സ് ടീമിനെ തന്നെ ക്രിയേറ്റ് ചെയ്യുകയും ആ ടീമിനെ വെച്ചിട്ട് അദ്ദേഹം ഒരു 4-5 മൂവി കൂടെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ മൂവീസ് എല്ലാം വമ്പൻ ഹിറ്റാവുകയും അതിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് വൻ തുക ലഭിക്കുകയും ചെയ്തു. എന്നാൽ 1986 അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ലൂക്കാസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ഡിവോഴ്സ് ആവുകയും ഒരു വലിയൊരു തുക കോമ്പൻസേഷനാക്കി കൊടുക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വൻ ഒരു സാമ്പത്തിക ബാധ്യത വന്നു ചേരുകയും ചെയ്തു. അപ്പോൾ ഈ സാമ്പത്തിക ബാധ്യത മൂലം അദ്ദേഹത്തിന് ഈ ഗ്രാഫിക്സ് ടീമിനെ എൻ്റെ ചെലവുകളും കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റാതെ ഒരു അവസ്ഥ വരികയും അതിൽ ഒരു ഇൻവെസ്റ്ററെ അവർ തപ്പുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് സ്റ്റീവ് ജോബ്സ് ഒരു ഓഫറായിട്ട് അവരെടുത്തേക്ക് ചെന്നു. എന്നാൽ അവർ ആ സ്റ്റീവ് ജോബ്സിൻ്റെ ഈ ഓഫർ നിരസിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ ലൂക്കാസ് ഒരു 45ഓളം കമ്പനികളെ സമീപിക്കുകയും എന്നാൽ അവർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. പിന്നീട് ഒരു രക്ഷയില്ലാതെ ഈ ലൂക്കാസ് തന്നെ ഈ സ്റ്റീവ് ജോബ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് സ്റ്റീവ് ജോബ്സിൻ്റെ ഈ ഓഫർ സ്വീകരിക്കുകയും സ്റ്റീവ് ജോബ്സ് ഒരു $10 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിലത്തെ ഒരു വളരെ കുറച്ച് മൈനോറിറ്റി സ്റ്റേക്ക് അതിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. സ്റ്റീവ് ജോബ്സ് ഈ കമ്പനിനെ ഏറ്റെടുത്തതിന് ശേഷമാണ് ഗ്രാഫിക്സ് ടീം എന്നുള്ള പേര് മാറ്റിയിട്ട് ഇതിനെ പിക്സാർ എന്ന പേര് നൽകുന്നത്. സ്റ്റീവ് ജോബ്സ് പിക്സാർ ഏറ്റെടുത്തതിന് ശേഷം ഇവരുടെ ആദ്യത്തെ എയിം എന്താണെന്ന് വെച്ചാൽ ഒരു ഫുൾ ലെങ്ത് കമ്പ്യൂട്ടർ അനിമേറ്റഡ് ഫീച്ചർ ഫിലിം നിർമ്മിക്കുക എന്നായിരുന്നു. അതിന് ഒരുപാട് പണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റീവ് ജോബ്സ് ഏറ്റെടുത്തതിന് ശേഷമുള്ള ഈ എമൗണ്ട് വെച്ചിട്ടും അത് തുടങ്ങാനുള്ള ഒരു ഫണ്ട് കമ്പനിയുടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി അതിന് ഫണ്ട് കണ്ടെത്താനായിട്ട് ഇവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ പിക്സാർ സ്വയം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നിർമ്മിച്ച് നൽകാനായിട്ട് തീരുമാനിച്ചു. ഈ വിഷയത്തിലാണെങ്കിൽ സ്റ്റീവ് ജോബ്സിന് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് അത് അവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിച്ചു. പിക്സാറിൻ്റെ ആദ്യത്തെ കമ്പ്യൂട്ടറിന് ഇവരുടെ പേര് പിക്സാർ ഇമേജ് കമ്പ്യൂട്ടർ എന്നാണ്. ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. ഇത്
കൂടുതലും ഉപയോഗിച്ചിരുന്നത് കമ്പ്യൂട്ടർ അനിമേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കമ്പ്യൂട്ടറിനെ ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വില എത്രയും ഉയരാനായിട്ട് കാരണം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് $1,35,000 ആയിരുന്നു 1986 ഇതിൻ്റെ വില. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇത് എത്രയും വില കൂടിയൊരു കമ്പ്യൂട്ടറാണ്. പക്ഷേ ഈ കമ്പ്യൂട്ടറിന് കൂടി ഒരേ ഒരു ബയ്യറാണ് ഇവർക്ക് കിട്ടിയത്. ഒരാൾ മാത്രമാണ് ആ കമ്പ്യൂട്ടർ വാങ്ങിയത്. അത് മറ്റാരും തന്നെയല്ല, അന്നത്തെ ഏറ്റവും വലിയ അനിമേഷൻ കമ്പനിയായ വാൾട്ട് ഡിസ്നി കമ്പനി തന്നെയായിരുന്നു. ഈ വാൾട്ട് ഡിസ്നി കമ്പനി ഇതിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറും ഈ പിക്സാറിൻ്റെ തന്നെ വാങ്ങി. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നാളത്തെ ബന്ധത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു ഈ പിക്സാറിൽ നിന്ന് ഈ വാൾട്ട് ഡിസ്നി കമ്പനി ഈ കമ്പ്യൂട്ടർ വാങ്ങിയതിൽ നിന്ന് ഉണ്ടായത്. അതിനുശേഷം ഇവർ വീണ്ടും അടുത്ത കമ്പ്യൂട്ടർ ഉണ്ടാക്കി. ആ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പിക്സാർ P2 എന്നായിരുന്നു. ഇതിൻ്റെ തന്നെ ഹൈ എൻഡ് വെർഷൻ്റെ പേര് പിക്സാർ P2 എന്നായിരുന്നു. ഇതാകട്ടെ ലോകത്തെമ്പാടുമായിട്ട് ഒരു 300ഓളം കമ്പ്യൂട്ടറുകൾ വിറ്റഴിക്കാനായിട്ട് പിക്സാറിന് കഴിഞ്ഞു. ഇത് വളരെ കുറച്ച് നാളത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനും അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റായ ഫുൾ ലെങ്ത് അനിമേറ്റഡ് മൂവി എന്നുള്ള പ്രൊജക്റ്റായിട്ട് മുന്നേറാനായിട്ട് കുറച്ച് നാളത്തേക്ക് അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ ഈ പണം മതിയായിരുന്നില്ല ആ സ്വപ്നം പൂർത്തിയാക്കാനായിട്ട്. അപ്പോഴേക്കും വീണ്ടും കമ്പനി വലിയൊരു കടക്കണിയിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ടായിരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്നിലെ ആ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അവിടെ ഉപേക്ഷിക്കുക, ഇതുവരെയുള്ള പണം എല്ലാം നഷ്ടപ്പെടുത്തിയത് അവസാനിപ്പിച്ചിട്ട് ഇനി നഷ്ടപ്പെടാതിരിക്കാണ്ട് നോക്കുക. അതല്ലെങ്കിൽ കമ്പനീനെ കരകയറ്റാനായിട്ട് കുറച്ചും കൂടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം സെലക്ട് ചെയ്ത് 2ാമത്തെ ഓപ്ഷൻ ആയിരുന്നു. അതായത് കുറച്ചും കൂടി പണം, അതായത് ഒരു $50 മില്യൺ കൂടി അദ്ദേഹം പിക്സാറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും പിക്സാറിന്റെ 75% ഓഹരികളും അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. ഇത് സ്വന്തമാക്കിയതിനു ശേഷം അദ്ദേഹം പിക്സാറിന്റെ മെജോറിറ്റി ഷെയർ ഹോൾഡറായി മാറുകയും പിക്സാറിന്റെ ഉള്ളിലത്തെ എല്ലാ തീരുമാനങ്ങളും ഒറ്റയ്ക്ക് എടുക്കാനായിട്ട് കഴിവുള്ളൊരു വ്യക്തിയായിട്ട് മാറുകയും അദ്ദേഹം ചെയ്തു. അതിനുശേഷം അദ്ദേഹം പിക്സാറിന്റെ സോഫ്റ്റ്വെയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായിട്ടും കുറച്ചും കൂടി പണം കണ്ടെത്തുന്നതിനായിട്ടും അദ്ദേഹം വയാകോം സിസ്റ്റംസിന് ഈ പിക്സാറിന്റെ കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് സെക്ഷനും അതിന്റെ സോഫ്റ്റ്വെയറോട് കൂടി എല്ലാ റൈറ്റ്സോടും കൂടിയിട്ട് വയാകോം സിസ്റ്റംസിനെ അദ്ദേഹം പിന്നീട് പിക്സാറിന്റെ മുഴുവൻ ശ്രദ്ധ അനിമേഷൻ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റുകയും ചെയ്തു. അതിനുശേഷം ഇവർ 2 സോഫ്റ്റ്വെയറുകൾ പുറത്തിറക്കി. അത് 3D ഇമേജ് മൂവ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകളായിരുന്നു. അതിൽ ഒന്ന് റെൻഡർമാൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറും രണ്ടാമത്തേത് ടൈപ്പിസ്റ്റ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു. ഈ 2 സോഫ്റ്റ്വെയറുകളും കൂടിയിട്ട് ഏകദേശം ഒരു 1,00,000 കോപ്പികൾ ലോകവ്യാപകമായിട്ട് വിറ്റഴിക്കാനായിട്ട് പിക്സാറിന് സാധിച്ചു. ഈ ഒരു പണം വളരെ കുറച്ച് നാളത്തേക്ക് മാത്രമാണ് ഈ പണം വെച്ചിട്ട് പിക്സാറിന് റൺ ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അതിനുശേഷം വീണ്ടും പിക്സാർ വലിയൊരു സാമ്പത്തിക കെണിയിൽ വന്നപ്പെടുന്നുണ്ടായത്. ഇതെല്ലാം നടക്കുന്നത് 1991 ഈ സമയത്ത് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനായിട്ട് സ്റ്റീവ് ജോബ്സ് കണ്ടൊരു വഴി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റാഫുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുക എന്നായിരുന്നു. ഈ സമയത്തൊക്കെ മുമ്പ് ഈ വാങ്ങിയ ഒരു കമ്പ്യൂട്ടറിന്റെ സപ്പോർട്ടിന്റെ പേരിൽ വാൾട്ട് ഡിസ്നി കമ്പനിയായിട്ട് നല്ല ബന്ധമായിരുന്നു പിക്സാറിന്. അപ്പൊ ഈ സാമ്പത്തിക പ്രതിസന്ധിയുള്ള സമയത്ത് സ്റ്റീവ് ജോബ്സ് നേരെ ഈ ഡിസ്നിനെ കോൺടാക്ട് ചെയ്യുകയും ഒരു അനിമേറ്റഡ് മൂവിക്ക് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യാനായിട്ട് ഈ ഡിസ്നിയോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. വാൾട്ട് ഡിസ്നി കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ ഓഫർ വാൾട്ട് ഡിസ്നി കമ്പനി നിരസിക്കുകയും അതിനേക്കാൾ വലിയൊരു ഓഫർ സ്റ്റീവ് ജോബ്സിന്, അതായത് പിക്സാർ കമ്പനിക്ക് നൽകുകയാണ് ചെയ്തത്. ആ ഓഫർ എന്താണെന്ന് വെച്ചാൽ ഒരു 1 hour ലെങ്ത് ഉള്ള ഒരു ഫുള്ളി കമ്പ്യൂട്ടർ അനിമേറ്റഡ് ഹോളിവുഡ് ഫീച്ചർ ഫിലിം നിർമ്മിച്ച് നൽകാനായിട്ട് ഈ വാൾട്ട് ഡിസ്നി കമ്പനി പിക്സാറിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ അഗ്രിമെന്റിൽ പറയേണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫിലിം നിർമ്മിക്കാനുള്ള സകല കോസ്റ്റും വാൾട്ട് ഡിസ്നി കമ്പനി ഏറ്റെടുക്കും. എന്നാൽ ഈ സിനിമയുടെ എല്ലാ ജോലികളും സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ, അതുപോലെ അനിമേഷൻ തുടങ്ങിയ എല്ലാ ജോലികളും ചെയ്യേണ്ടത് പിക്സാർ ആയിരിക്കണം എന്നും പിക്സാറിന് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ബോക്സ് ഓഫീസ് കളക്ഷന്റെ 12.5% പിക്സാറിന് നൽകാം എന്നായിരുന്നു ഇതിന്റെ കരാറിനോടൊപ്പം തന്നെ ഈ ഫിലിം അല്ലാതെ തന്നെ വേറെ 2 മൂവി കൂടി ഡിസ്നിക്ക് വേണ്ടി പിക്സാർ ചെയ്തു കൊടുക്കണം, ഇതേ കരാറിൽ ചെയ്തു കൊടുക്കണം എന്നായിരുന്നു ആ വ്യവസ്ഥ. പക്ഷേ ഈ സമയത്തൊന്നും പിക്സാറിൽ നിന്ന് സ്റ്റീവ് ജോബ്സിന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കുന്നത് മാത്രമല്ലാതെ വേറെ ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കമ്പനി വിറ്റാലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുകയും ഈ കമ്പനി വിൽക്കാനായിട്ട് ഒറാക്കിള്, ഹോൾമാർക്ക് തുടങ്ങിയ കമ്പനികളെ ഇദ്ദേഹം സമീപിക്കുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് വേറൊരു ചിന്ത കൂടി ഉണ്ടായി. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സിനിമ ഒരു വമ്പൻ ഹിറ്റായാലോ എന്നുള്ളൊരു ചിന്തയുടെ പുറത്ത് അദ്ദേഹം ഈ കമ്പനിയുടെ വിൽപ്പന നിർത്തിവെക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം നടക്കുന്നത് 1995 ഈ 95 തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പിക്സാറിന്റെ ആദ്യത്തെ മൂവിയായ ടോയ് സ്റ്റോറി എന്ന് പറയുന്ന മൂവി റിലീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഈ റിലീസിന് മുമ്പ് അദ്ദേഹത്തിന് വീണ്ടും ഭയന്നിട്ട് ഇത് ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും കാലം ഇതിൽ ഇറക്കിയ അധ്വാനം ഈ പൈസയും നഷ്ടമാകും എന്നുള്ള ഭയത്താൽ അദ്ദേഹം ഇതൊരു പബ്ലിക് കമ്പനിയായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ ഇറങ്ങാൻ പോണ ടോയ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു മൂവി ഹിറ്റാണെങ്കിൽ തന്നെ പിക്സാറിന് പിടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം എങ്ങാനും ഈ മൂവി ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ അത് ഈ പിക്സാറിൻ്റെ
ശവപ്പെട്ടിയുടെ പുറത്തടിക്കുന്ന ഒരു ആണിയായിട്ട് മാറുകയും ചെയ്യും. എന്തെങ്കിലും ആവട്ടെ വെച്ചിട്ട് ഈ മൂവി റിലീസ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ മൂവി അന്നത്തെ ഒരു വമ്പൻ ഹിറ്റായി മാറുകയും ചെയ്തു. ഈ മൂവി റിലീസ് ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷം പിക്സാറിന് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു കോള് വന്നു. ആ കോളിൽ എന്താണ് പറയുന്നത് വെച്ചാൽ, കൺഗ്രാജുലേഷൻ സ്റ്റീവ് ജോബ്സ്, യു ആർ എ ബില്യനെയർ. ആ മൂവി റിലീസ് ചെയ്തതിനു ശേഷം നമ്മുടെ സ്റ്റീവ് ജോബ്സ് ഒരു ബില്യനെയറായി മാറി. സ്റ്റീവ് ജോബ്സിനെ ബില്യനെയറാകാൻ സഹായിച്ചത് ഒരിക്കലും ആപ്പിൾ അല്ല. സ്റ്റീവ് ജോബ്സ് ബില്യനെയറായി മാറിയത് പിക്സാർ മൂലമാണ്. പിക്സാറിന് ഈ ടോയ് സ്റ്റോറി ഹിറ്റായി ഇത് മൂലം ഉണ്ടായ ലാഭം എന്ന് വെച്ചാൽ വെറും ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറൽ മാത്രമായിരുന്നില്ല. കാലിഫോർണിയയിൽ ഒരു വമ്പൻ സ്റ്റുഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പൈസ ഈ പിക്സാറിന്റെ ഫസ്റ്റ് മൂവി ആയിട്ടുള്ള ടോയ് സ്റ്റോറിയിൽ തന്നെ പിക്സാറിന് ലഭിക്കാനുണ്ടായിരുന്നു. ഇതിനുശേഷം 1997 സ്റ്റീവ് ജോബ്സ് ആപ്പിളിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം സ്ഥാപിച്ച നെക്സ്റ്റ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം ആപ്പിൾ തന്നെ $429 മില്യൺ 0.6% ഓഫ് ആപ്പിളിന്റെ ഷെയറിനും ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചിൽ സ്റ്റീവ് ജോബ്സിൽ നിന്ന് വാങ്ങുകയും സ്റ്റീവ് ജോബ്സിനെ തന്നെ ആപ്പിളിന്റെ CEO ആയിട്ട് വീണ്ടും നിയമിക്കുകയാണ് ചെയ്തത്. ഈ 97 കാലഘട്ടത്തിൽ ഒരേ സമയം ആപ്പിളിന്റെ CEOയും പിക്സാറിന്റെ ഓണർ ആയിരുന്നു സ്റ്റീവ് ജോബ്സ്. ഈ സമയത്താണ് ആപ്പിളിന്റെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റായ ഐമാക്കും ഐപോഡും റിലീസ് ചെയ്യുന്നത്. ഇതിന് ഒപ്പം തന്നെ പിക്സാറിൽ നിന്ന് 6 മൂവികളാണ് പിക്സാർ റിലീസ് ചെയ്തത്. ഈ മൂവികളും ഈ ആപ്പിളിന്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ വമ്പൻ ഹിറ്റായി മാറുകയാണ് ചെയ്തത്. 1995 മുതൽ 2006 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഡിസ്നിയും പിക്സാറും ചേർന്ന് ഒരുപാട് സൂപ്പർ ഹിറ്റ് മൂവികൾ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ഇതിനുശേഷം 2006 തന്നെ $7.4 ബില്യൺ ഡിസ്നി തന്നെ പിക്സാർ വാങ്ങുകയാണ് ചെയ്തത്. അപ്പൊ ഈ കച്ചവടത്തിലൂടെ സ്റ്റീവ് ജോബ്സിന് ഡിസ്നിയിൽ 7% ഓഹരി ആയിട്ട് ലഭിച്ചത്. ആ സമയത്ത് സ്റ്റീവ് ജോബ്സ് ആയിരുന്നു ഈ ഡിസ്നിയുടെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ആ സമയത്ത് ഈ ഡിസ്നിയുടെ ഇദ്ദേഹത്തിന് 7% ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് വെറും 3.6 ബില്യൺസ് ആയിരുന്നു. അത് 2011 അദ്ദേഹം മരിക്കുമ്പോൾ ആ ഷെയറിന്റെ വാല്യൂ $6 ബില്യൺ ആയിരുന്നു. ഇതിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഒരിക്കലും ആപ്പിൾ അല്ല സ്റ്റീവ് ജോബ്സിനെ ഒരു ബില്യനെയറാക്കി മാറ്റിയത്, അത് പിക്സാർ തന്നെയാണ്. ഇത് ഒരുപാട് പേർക്കൊന്നും അറിയാത്തൊരു കഥയാണ്. സ്റ്റീവ് ജോബ്സ് ആണ് പിക്സാറിന്റെ ഓണർ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും തുടർന്നുള്ള വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക.